നിർവഹണ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ വിശ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമേ, നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നെ മാത്രം ഞാൻ അഭയം പ്രാപിക്കുന്നു, നിന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നാണ്. ഇതാണ് ഇസ്ലാം ലോകത്തോട് ആവശ്യപ്പെട്ടത്. സമാധാനം എന്നാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ അനുസരിക്കുന്നവൻ, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, മറ്റു മതക്കാരനെ ആക്രമിക്കാതെ, ഉപദ്രവിക്കാതെ, സത്യത്തിനു വേണ്ടി നിലകൊണ്ട്, ഭാര്യയെ പീഡിപ്പിക്കാതെ, സംരക്ഷിച്ച്, മക്കളെ നല്ല നിലയിൽ നോക്കി, സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യാതെ, അന്യന്റെ സമ്പത്ത്, നേരത്തെ മാലിക് ബിൻ ദീനാറിന്റെ കഥ പറഞ്ഞല്ലോ, ഒരു ഇളനീര് പോലും അതെവിടെ നിന്നാണ്, അതിന്റെ സ്രോതസ് എന്താണ്, അത് അനുവദിക്കപ്പെട്ടതാണോ എന്ന് അന്വേഷിച്ച് കുടിക്കാൻ ദൈവം മനുഷ്യരെ പഠിപ്പിക്കുന്നു. പല്ല് തേക്കണമെന്ന് ദൈവം പഠിപ്പിച്ചു, മീശ വെട്ടി ഒതുക്കണമെന്ന് പറഞ്ഞു, താടിയെ പറ്റി പറഞ്ഞു. സ്വാഭാവികമായും എന്റെ നീണ്ട താടി കാണുമ്പോ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവും. ഇന്നത്തെ ലോകത്ത് അങ്ങനെ ഞാൻ ട്രെയിനിൽ വന്നപ്പോ എല്ലാവരും എന്നെ നോക്കുക, എന്തൊരു കഥയാണ്, എന്താ പ്രശ്നം? എന്റെ താടിയാണ്. ഈ താടി എന്താണ് അതൊന്നും പറയേണ്ടല്ലോ. ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ താടി മനുഷ്യന്റെ സൗഹാർദ്ദം തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ബില്ലാദൻ എന്ന് വിളിക്കും പല ആളുകളും. എന്റെ നാട്ടിലൊരു ഹൈന്ദവർ മാത്രം എത്തുന്നൊരു സ്കൂളുണ്ട്. കുട്ടിയൊക്കെ അറിയില്ല, 9ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ അതിൽ പോകുമ്പോ ബില്ലാദൻ എന്താണ് ഇയാളുടെ താടി എന്ന്. ഞാനപ്പോ 2-3 കുട്ടികളെ എന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ചോദിച്ചു, മോനെ, മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചൊരു മഹാനുണ്ട്, നിനക്കറിയോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ, അങ്കിൾ എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചൊരു മഹാനുണ്ട് മോനെ, അതാരാന്നറിയോ എന്ന് ചോദിച്ചു. അങ്കിൾ ഞങ്ങൾക്കറിയില്ല. മോനെ, അത് രവീന്ദ്രനാഥ ടാഗോറാണ്, ഗീതാഞ്ജലിയുടെ കർത്താവായ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി പൊക്കിൾ കൊടി വരെ ഉണ്ടായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ ഭീകരവാദിയെ ചിത്രീകരിച്ചിട്ടുണ്ടോ മോനെ? ഇല്ല. ചട്ടം വിശ്വാമികളുടെ താടി പൊക്കിൾ കൊടി വരെ ഉണ്ടായിരുന്നു മോനെ, ആരും ഇതിനെ തെറ്റിദ്ധരിച്ചില്ല. ഗുരു നിത്യചൈതന്യതയുടെ താടി, ആരും അതിനെ തെറ്റിദ്ധരിച്ചില്ല. കാർൽ മാക്സിന്റെ താടി, ചാൾസ് ഡാർവിന്റെ താടി, ആരും അതിനെ തെറ്റിദ്ധരിച്ചില്ല. എംഗൽസിന്റെ താടി. അങ്ങനെ ലോകത്തെ ശാസ്ത്ര മതരംഗത്ത് പ്രവർത്തിച്ച, താടി നീട്ടി സമൃദ്ധമായി വളർത്തിയ ഒരാളെയും ഭീകരവാദിയായി കണ്ടില്ല. മീഡിയകൾ ഇപ്പോൾ മുസ്ലിങ്ങൾ താടി വെച്ചാൽ അത് ഭീകരവാദവും, ബാക്കിയുള്ളവർ വെച്ചാൽ അത് വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും താടിയായി കാണുന്ന ഒരു ഇരട്ടത്താപ്പ് ലോകത്തുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്തിനാ താടി വെക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? പഠിപ്പിച്ചു തരാം. ഞങ്ങളുടെ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, മാനവ സമൂഹത്തിന്റെ പ്രവാചകൻ, നിങ്ങൾക്കറിയോ? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമതിദിക്യാത ശിഷ്യശാഖാ സമുന്നിതം ലിംഗച്ഛേദശിഖാഹീന. അദ്ദേഹം പറയാൻ, മുഹമ്മദ് നബി എന്നൊരു പ്രവാചകൻ വരും, അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും, അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും, അദ്ദേഹത്തിന്റെ അനുയായികൾ മുടി വളർത്തും, അദ്ദേഹത്തിന്റെ അനുയായികൾ താടി വെക്കും, അദ്ദേഹത്തിന്റെ അനുയായികൾ ബാങ്ക് കൊടുക്കും, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ചാൽ മനുഷ്യകുലം ദൈവത്തിൽ നിന്ന്, ആദിപിതാവിൽ നിന്ന് സഞ്ചരിച്ച് ഇന്ന് കാണുന്ന നമ്മളൊക്കെ ആ ദൈവത്തിന്റെ അടിമകളാണ്. ആ ദൈവം അവതരിപ്പിച്ചൊരു മതം ഇവിടെ ഉണ്ട്. ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു മതം ദൈവം അവതരിപ്പിച്ചത് ഇവിടെയുണ്ട്. അത് പരിശോധിക്കണം എന്നാണ് പറയും, പഠിക്കണം എന്നാണ് പറയും. ഞങ്ങൾ താടി വെക്കുന്നത് പ്രവാചകന്മാരുടെ ചര്യയാണിത്, മാതൃകയാണിത്. മാത്രമല്ല, പുരുഷനെ സ്ത്രീയിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാന ഘടകമാണിത്. നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരാൺസിംഹത്തിന്റെ ഗാംഭീര്യത അതിന്റെ പൂടയാണ്. ആൺസിംഹം അതിന്റെ പൂട പഠിച്ചാലോ ആണും പെണ്ണും കെട്ടുപോകും. അതെ, ഒരാണിന്റെ ശൗര്യവും ഒരാണിന്റെ വിപ്ലവവും താടിയിലാണ്. മാത്രമല്ല, താടി പക്വതയുടെ അടയാളമാണ്, വിനയത്തിന്റെ അടയാളമാണ്, അറിവിന്റെ അടയാളമാണ്. വെറുതെ നിട്ടുന്ന താടിയല്ല. അത് മതം പഠിപ്പിച്ച പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് വെക്കുന്ന കാലം അത്രയും പ്രവാചകൻ ചെയ്തു, അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹിച്ചു. ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരു ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ചെയ്യൽ, അതാണ് താടിയുടെ ഒരു. ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടുക, കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്യൂ എന്ന ഖുർആനിന്റെ ദൈവത്തിന്റെ കൽപ്പന പാലിക്കുക. നരയാണിയുടെ മേലെ തുണി ഉടുക്കുക, മീശ വെട്ടി ഒതുക്കുക, പല്ല് 5 നേരം തേക്കാൻ പറ്റുമെങ്കിൽ തേക്കുക, കുടിക്കുക, എണ്ണ തേക്കുക, മുടി ചീകി വെക്കുക, നല്ല വാക്ക് പറയുക, ഇതൊക്കെ മതം പഠിപ്പിച്ചതാണ്. എത്രത്തോളം എന്നറിയോ നിങ്ങൾക്ക്? കിടക്കാൻ ബെഡിലേക്ക് പോകുമ്പോ എന്നും കിടന്ന തലയണ ഉറയും ബെഡിലെ വിരിയും വരെ പരിശോധിച്ചിട്ട് കിടക്കണമെന്ന് പഠിപ്പിച്ചൊരു മതം. ഇസ്ലാമിക സമൂഹത്തിൽ തീവ്രവാദവും ഭീകരവാദവും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ. പ്രവാചകനെ ആക്രമിച്ചവരോട്, അങ്ങേയറ്റം ആക്രമിച്ചവരോട്, നാട് കടത്തിയവരോട്, നിങ്ങൾക്കറിയുമോ? പരിശുദ്ധ മക്കയിൽ ഒരു മലയുണ്ട്. 3 കൊല്ലമാണ് പ്രവാചകനെയും അനുയായികളെയും അതിലിട്ട് പീഡിപ്പിച്ചത്.
എന്നിട്ട് അവർ പച്ചില തിന്നു, ഭക്ഷണം കിട്ടാതെ കാട്ടിച്ചു, ആട് കാട്ടിക്കുന്ന പോലെ. അവർ ഒട്ടകത്തിന്റെ കയറ് വരെ വെള്ളത്തിൽ പുതിർത്തി കടിച്ചു ഭക്ഷിച്ചു. അങ്ങനെ പീഡിപ്പിച്ച മക്കയിലെ ബൗദ്ധ വിശ്വാസികളായ ആളുകൾ, പ്രവാചകന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ, ആ ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന് പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണം കിട്ടി മുഹമ്മദ് നബി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ കാലത്ത് കേട്ടപ്പോ ആ പ്രവാചകൻ കരയുകയാണ്. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയാണ്, അല്ലെ? പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അനുയായികൾ ചോദിച്ചു, നമ്മളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയോ? പ്രവാചകന്റെ മറുപടി, അവർ പട്ടിണി കിടക്കുന്നവർ എന്റെ വേണ്ടപ്പെട്ടവരാണ്. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നവരല്ല മുസ്ലിങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഇങ്ങോട്ട് പീഡിപ്പിച്ചവർക്ക് അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. വെള്ളത്തോളം നാരായണ മേനോൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അള്ളാഹു അത് എഴുതിയ ഘട്ടപ്പോഴറിയോ, പ്രവാചകനെ കൊല്ലാൻ ഒരാൾ വാളുകയിട്ട് വന്നു. പ്രവാചകന്റെ കണ്ടത്തിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കുക? അദ്ദേഹം പറഞ്ഞു, എന്നെ ദൈവം അള്ളാഹു. വാള് താഴെ വീണു. ആ വാളെടുത്തിട്ട് ശത്രുവിനോട്, നിന്നെ ആര് രക്ഷിക്കുന്നു? നീ എന്നെ വെറുതെ വിടണം, രക്ഷിക്കണം, കൊല്ലരുത് എന്ന്. പൊയ്ക്കുക. സർവതന്ത്ര സ്വതന്ത്രനാക്കി വിട്ടു. കൊല്ലാൻ വന്ന ശത്രുവിനെ വാള് കയ്യിൽ കിട്ടിയിട്ടും വെറുതെ വിട്ട് ഈ രംഗം പഠിച്ച വെള്ളത്തോളം നാരായണ മേനോൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു കവിതയിൽ, അല്ലെ? പ്രവാചകനെ വിമർശിച്ചു എന്ന് പറഞ്ഞ മാഷ കൈവെട്ടിയ മുസ്ലിം സമൂഹത്തിലൊരു വിഭാഗം ഇവിടെയുണ്ട്. അവരൊരിക്കലും പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തവരല്ല. അത് കണ്ടിട്ട് അതാണ് മതം എന്ന് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരിൽ ഒരാളും വിചാരിക്കും. അതല്ല മതം, അതല്ല. വല തസ്തവിൽ ഹസനതു വല സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലെ 41-ാം അധ്യായം 34-ാമത്തെ വചനം തന്നെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. നിന്നോട് എത്ര കുറവും ചെയ്താലും നീ അവനോട് നന്മയിൽ പ്രതികരിച്ചാൽ നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരുന്നതാണ്. ഇസ്ലാം പഠിപ്പിച്ച അങ്ങനെ നിന്റെ ശത്രു നിന്റെ മിത്രമാവും. തായിഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സൗദിയിൽ, അമുസ്ലിങ്ങൾക്കറിയാം, അല്ലാത്തവർക്കറിയാം. അവിടെ പ്രവാചകൻ ചെന്നു. 10 ദിവസം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചു. എന്നിട്ടും അദ്ദേഹം പർവ്വതത്തിന്റെ മാലാക വന്നിട്ട് ചോദിച്ചു, ദൈവത്തിന്റെ ശിക്ഷ ഇറക്കാൻ ഞങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അല്ലാഹു മുഗ്ഫിർ ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, ദൈവമേ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരുടെ മോചനത്തിന് വേണ്ടി അവർ ചെന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിൽ പിൽക്കാലത്ത് വരും, അതുകൊണ്ട് അവരെ നശിപ്പിക്കരുത്. ഈ ഒരു മനോഗതമാണ് ഒരു മുസ്ലിമിന്റെ മനോഗതം. ഞാൻ എന്താ ഇത് പറയുന്നത്? മതസൗഹാർദ്ദ സമ്മേളനത്തിലെ ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലക്ക്, ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന നിലക്ക് ഇസ്ലാമിന് ഇതിനോടൊക്കെയുള്ളൊരു സമീപനം. ഒരു ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയി. ലോകത്തിലെ 1ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെയും 1948-ലൊന്നല്ല, 1ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെയും. ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയപ്പോ പ്രവാചകൻ എഴുന്നേറ്റു, ആദരിച്ചു, ഭവ്യതയോടെ നിന്നു. അനുയായികൾ ചോദിച്ചു, അതൊരു ജൂതന്റെ ശവമഞ്ചമല്ലേ? ഉടനെ പ്രവാചകന്റെ ചോദ്യം എന്തറിയോ? ജൂതൻ മനുഷ്യനല്ലയോ? അതാ, ജൂതൻ മനുഷ്യനല്ലയോ? RSSും BJPയും ബജരംഗളും പോപ്പുലർ ഫ്രണ്ടും സിമിയും മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും മനുഷ്യരല്ലയോ എന്ന ചോദ്യമാണ് ഈ നൂറ്റാണ്ടിൽ മുഴങ്ങേണ്ടത്. ഒരുപാട് രാത്രിയായി, സമയം ദീർഘിച്ചു പോകുന്നു, എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധ്യാത്മിക പണ്ഡിതന്മാരുടെ സേവനങ്ങൾ ലോകത്തില്ലാതാവുകയും അവർ പലതിന്റെയും ആളുകളായി തീരുകയും എല്ലാ മതസമൂഹത്തിന്റെയും പണ്ഡിതന്മാരെ പണക്കാരും രാഷ്ട്രീയക്കാരും വിലക്കെടുക്കുകയും സാക്ഷാൽ മതം ലോകത്തുദ്ഘോഷിക്കാൻ ആളില്ലാതെ പോവുകയും നമ്മളിൽ വിള്ളലുകൾ സൃഷ്ടിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞ് തമ്മിലടുപ്പിച്ച് ഒരേ ദൈവത്തിന്റെ അടിമകളെ ഭിന്നിപ്പിച്ചു എന്ന വസ്തുത ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ സംരംഭം ഇത് അവസാനിക്കണം. ഒറ്റ വഴി ഇസ്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവിശ്വാസത്തിനിടയിൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ഈ ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരൊറ്റ പോയിന്റാണ് ഞാൻ പറയുന്നത്. ഏതൊരു മുഹമ്മദ് നബി മരിച്ചു, ആകാശം നിന്നില്ല. യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. വെള്ളിയാഴ്ച ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. അതിനിടയിൽ രാവും പകലും ഉണ്ടായി. ആരാ ഇത് കൺട്രോൾ ചെയ്യുന്നത്? ഞാൻ ഓടിക്കുന്ന ഒരു കാർ ഞാൻ മരിച്ചാൽ അത് ഓഫായി പോകും, നിന്നുപോകും, അത് ഇടിച്ചു പോകും. ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിരുന്നുവെങ്കിൽ അവരുടെ മരണത്തോടുകൂടി ലോകം അവസാനിക്കണം. ഇനി ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, സായിബാവട്ടെ, ആരാവട്ടെ, ഏത് സ്വാമിയാവട്ടെ, ദേവനാവട്ടെ, ഇനി ഭീമാപ്പള്ളിയിൽ ഉമ്മിച്ചാവട്ടെ, ഉള്ളാളെന്ന, ഇവരെല്ലാം മരിക്കും. ഇവരൊക്കെ മരിച്ചാലും ആകാശം ഭൂമി നിലനിൽക്കും, രാവും പകലും ഉണ്ടാവും. നമ്മൾ ചോദിക്കുന്നത്, ഖുർആൻ ചോദിച്ചിട്ടുള്ളത്, രാവും പകലും മാറി മാറി വരുന്നതിന്റെ പിന്നിൽ ഏതൊരു ശക്തിയാണോ അവന് നിങ്ങൾ ദൈവമായി അംഗീകരിക്കുക. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വായു നൽകിയ
വെള്ളം നൽകിയ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു രക്തപിണ്ഡത്തെ മാംസപിണ്ഡമായും മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തൊരു നല്ല സൃഷ്ടിയായി ഈ ഭൂമി ലോകത്തേക്ക് പുറത്തു കൊണ്ടുവന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ നമ്മുടെ സൃഷ്ടാവ് പരമകാരുണികനായ. നേരത്തെ വൈദ്യുതി ബില്ലടക്കണം, ഫോൺ ഉപയോഗിച്ചാൽ ബില്ലടക്കണം, നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ബില്ലടക്കണ്ട. കാരണം അത് ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നതിന് അവൻ പണം ചോദിച്ചിട്ടില്ല. മനുഷ്യനിർമ്മിതത്തിനൊക്കെ പണം വേണ്ടി വന്നു. ദൈവം തന്ന വായു, ദൈവം തന്ന വെള്ളം, അത് കുടിച്ചും ആസ്വദിച്ചിട്ടും ആ ദൈവത്തിനെതിരെ ജീവിച്ച് മരിച്ചാൽ ആ ദൈവത്തിന്റെ സൃഷ്ടികളെ നാം ആരാധിച്ചാൽ വരാനിരിക്കുന്നത് ഭയാനകരമായൊരു ശിക്ഷയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ദൈവം ഒരിക്കലും പൊറുക്കില്ല നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്നതിനെ. ഏതുപോലെ ഒരു ഭാര്യ ഭർത്താവിന് വസ്ത്രം അലക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭർത്താവ് ക്ഷമിക്കും, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലേ ക്ഷമിക്കും, അതുപോലെ ഡ്രസ് അയൺ ചെയ്ത് കൊടുത്തിട്ടില്ലേ ക്ഷമിക്കും, ഷൂ പോളിഷ് ചെയ്തിട്ടില്ലേ ക്ഷമിക്കും. ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ രാത്രി അന്തി ഉറങ്ങുകയും അവളുടെ ശരീരം മറ്റൊരു പുരുഷനെ പങ്കുവെച്ചാൽ ഒരു ഭർത്താവ് ലോകത്തെ ക്ഷമിക്കില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വായു, ദൈവത്തിന്റെ വെള്ളം, ദൈവത്തിന്റെ ഭൂമി, ദൈവത്തിന്റെ സൂര്യൻ ദൈവം തന്നതാണ് നമുക്കെല്ലാം. ആ ദൈവത്തെ മറന്ന് ദൈവേതരെ ആരാധിച്ച് ദൈവത്തിന്റെ കോപത്തിന് വിധേയരായി മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ മനുഷ്യ സൗഹാർദ്ദത്തിനാണ് പ്രധാനം. മതസൗഹാർദ്ദം എന്നതും മനുഷ്യ സൗഹാർദ്ദം എന്നതും രണ്ടും രണ്ടാണ്. മനുഷ്യന്റെ മഹാസൗഹാർദ്ദം, എന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല. അവൻ അവന്റെ മതമനുസരിച്ച് ജീവിക്കാം, നിനക്ക് നിന്റെ മതമനുസരിച്ച് ജീവിക്കാം. പക്ഷേ ദൈവത്തിന്റെ സാക്ഷാൽ മതം നിങ്ങളിൽ ആരനുസരിച്ചുവോ അവർക്ക് രക്ഷ, അവർക്ക് രക്ഷ, അവർക്ക് മാത്രമാണ് രക്ഷ. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി നമ്മൾ തീരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് കടന്നുറങ്ങാൻ പോകുമ്പോൾ ഇതൊരു സംഗീത കച്ചേരിയല്ല, ഇതൊരു ഗാനമേള കച്ചേരിയല്ല, ഇത് മനുഷ്യന്റെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളും. നിങ്ങൾ ഇന്ന് പോയി ഉറങ്ങരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കിടന്നിക്കുമ്പോ ഓർക്കണം, ഒരു ദൈവമുണ്ടെങ്കിൽ, സാക്ഷാൽ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെങ്കിൽ, അള്ളാഹു ഉണ്ടെങ്കിൽ, അവൻ അയച്ച പ്രവാചകന്മാരുണ്ടെങ്കിൽ, യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തഥാത്മാനം സൃജമ്യഹം എന്ന് ഗീതയിലെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം എന്താണ് അത് കൃത്യമായിട്ട് പഠിക്കണം. വേദങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെയുള്ള എല്ലാ വേദങ്ങളെയും താരതമ്യം ചെയ്ത് വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു യഥാർത്ഥ ദൈവമതം നമ്മുടെ മുമ്പിൽ അനാവൃതമാകും. ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം എല്ലാറ്റിൽ നിന്നും വേർതിരിച്ച് എല്ലാ തിന്മകളും മാറ്റി നിർത്തിയാൽ നേർരേഖയിൽ ഒരു കൈവഴി, ദൈവത്തിലേക്കുള്ള സാക്ഷാൽ മതത്തിന്റെ വഴി നമ്മുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുജാഹിദ് പ്രവർത്തകരുണ്ട്, സെലഫികളുണ്ട്, അവർക്ക് ഇടവത്ത് സെന്ററുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ പഠിക്കാവുന്നതാണ്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പുസ്തകം ഞങ്ങൾ പലയിടങ്ങളിലും വിതരണം ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ സെന്ററുകളിലൊക്കെ വന്ന് വാങ്ങി പഠിച്ച് തെറ്റിദ്ധാരണ തിരുത്താനെങ്കിലും, എല്ലാ മതങ്ങളും പരസ്പരമുള്ള തെറ്റിദ്ധാരണ തിരുത്താനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മതഗ്രന്ഥങ്ങൾ കൈമാറലും പഠിക്കലും നമുക്ക് ഉപകാരപ്പെടും. മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പൊ സാക്ഷാൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏകദൈവത്വമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് മനസ്സിലായതെപ്പോഴാണ്? എല്ലാ ഗ്രന്ഥങ്ങളും എളിയ തോതിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോ അത് മനസ്സിലായി. നമ്മൾ ഒന്നാണെന്ന് മനസ്സിലായി, നമ്മൾ തല്ലേണ്ടവരില്ലെന്ന് മനസ്സിലായി, ഒരേ ദൈവത്തിന്റെ അടിമകളാണെന്ന് മനസ്സിലായി, ഒരേ ദൈവം അവതരിപ്പിച്ച മതം സ്വീകരിച്ചു